കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഭക്തൻ്റെ സ്വഭാവത്തെയും ഈ ഭാഗം വർണ്ണിക്കുന്നു. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്. യഹോവയുടെ നന്മ പാപികളായ മനുഷ്യരുടെ പാപം പോക്കി അവരെ ദൈവിക വിശുദ്ധിയിലേക്ക് വളർത്തുന്നതാണ്. അതിക്രമക്കാരുടെ ഹൃദയങ്ങളെ നവീകരിച്ച് വിശുദ്ധ വഴിയിൽ അവരെ നടത്തും. അവൻ്റെ കരുണയുടെ ഫലമായി പാപികളുടെ പാപം ക്ഷമിച്ച് കിട്ടുന്നു. അവൻ്റെ പരിജ്ഞാനത്തിൽ നിന്നാണ് പാപിയായ മനുഷ്യന് അറിവിൻ്റെ കണികകൾ ലഭ്യമാകുന്നത്. പാപകരമായ വഴിയിൽ ജീവിക്കുന്നവരെ അവൻ തൻ്റെ വചനത്താലും ആത്മാവിനാലും അവരുടെ വഴികളുടെ ദോഷം പഠിപ്പിക്കുകയും അവയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും അവർക്ക് വേണ്ടി അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യും. അവൻ അവരെ സ്വന്തം വഴികൾ പഠിപ്പിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.